Hello friends, welcome back to my channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന സെലക്ഷൻ കാണാം. ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി റെഡ് വെൽവെറ്റ് കേക്കാണ്. സിമ്പിളുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചെറിയൊരു സിമ്പിൾ ഡിസൈനും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ബട്ടർ മിൽക്കാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1/4 കപ്പ് പാലിൽ ഒരു അര ലെമൺ മുറിച്ചിട്ട് ഞാൻ അതിൻ്റെ ജ്യൂസ് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ലെമൺ ജ്യൂസിന് പകരം നിങ്ങൾക്ക് സൊർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ടേബിൾ സ്പൂൺ സൊർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബട്ടർ ഒരു 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 3 കോഴിമുട്ട ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഭംഗിയുള്ളൊരു റെഡ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 2 കപ്പ് മൈദ, ആവശ്യത്തിന് പഞ്ചസാര എപ്പോഴും നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം. അതാണ് ഞാൻ ഒരിക്കലും പഞ്ചസാരയുടെ അളവ് ഇതുവരെയായിട്ട് പറയാറില്ല. ബാക്കിയുള്ള റെസിപ്പികളിലൊക്കെ ഇതിന് മുന്നേ ഞാൻ കേക്കിൻ്റെ റെസിപ്പി ഇട്ടുണ്ട്, അതിലും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് എടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡറിൻ്റെ എമൗണ്ട് കൂടാൻ പാടില്ല. കാരണം നമ്മൾ കളറ് അത് നമ്മൾ റെഡ് വെൽവെറ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നല്ലൊരു റെഡ് കളർ കിട്ടില്ല. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർ ബീറ്റ് ചെയ്യരുത്. ഒരിക്കലും നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഓവർ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഒന്ന് മിക്സ് ആവുന്ന രൂപത്തിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/4 കപ്പ് ഓയിലാണ്. സാധാ ഓയിൽ, വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പാണ് എടുത്തേക്കുന്നത്. ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു അല്പം ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കുന്നത് ട്രയാങ്കിൾ ചീസ് കൊണ്ടാണ്. ഇതിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. നാട്ടിലായാലും ഇവിടെ UAE-ലായാലും എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ട്രയാങ്കിൾ ചീസ് ഒരൽപ്പം ആഡ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ കളറ് മാറി വരുന്നവരെ നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു അല്പം വിപ്പിംഗ് ക്രീം
കൂടി ഉണ്ടാക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീമിൻ്റെ ഫ്രോസ്റ്റിങ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് പിന്നെ ഒന്നും കൂടിയും ബീറ്റ് ചെയ്യുക. ഞാൻ ഇത് വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കിയത് ഞാൻ ബട്ടർ ക്രീം, അതായത് ക്രീം ചീസ് അല്ല കേക്കിൻ്റെ നടുവിൽ വെക്കുന്നത്, വിപ്പിംഗ് ക്രീമാണ്. അതിന് നമ്മുടെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് അതിലേക്ക് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, നന്നായി ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഓവനാണ്, ഗ്യാസിൻ്റെ ഓവനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ സിമ്മിലാണ് ഇട്ടിട്ട് ഒരു ½ ആൻ അവർ ഞാനിത് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുക. അതിന് വേണ്ടി ഞാൻ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് മുറിച്ചത്. നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ ത്രെഡ് ഉപയോഗിച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ. അതിന് ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് നടുവിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അടിഭാഗമാണ്, അതായത് നമ്മൾ കേക്ക് തിരിച്ച് വെച്ചിട്ട് ബട്ടർ പേപ്പർ കളയൂലേ, ആ ഭാഗമാണ് ഞാൻ മുകളിലേക്കാക്കി വെക്കുന്നത്. കാരണം ആ ഭാഗം നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കും, അപ്പം നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും. ഇനി ഞാൻ പുറമെ നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ചെയ്ത് ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കീപ്പ് വാച്ചിങ്. താങ്ക് യു.